ഈ കഥയിലെ നായികയുടെ പേര് അനിത. കോട്ടയം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് അവളുടെ വീട്. അവളുടെ കുടുംബം ഒരു സാധാരണ മധ്യവർഗ കുടുംബം. അച്ഛൻ ശ്രീകുമാർ ഒരു ചെറിയ ബിസിനസ് നടത്തുന്നു. അമ്മ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അവൾക്കൊരനിയനുമുണ്ട്, അതുൽ. അനിത കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് വളരെ സ്വതന്ത്ര സ്വഭാവമുള്ള പെൺകുട്ടിയായിരുന്നു. കൂട്ടുകാരുമായി സമയം ചിലവഴിക്കാനും സിനിമ കാണാനും പുറത്തു പോകാനും അവൾക്ക് വളരെ ഇഷ്ടം. പക്ഷെ ഈ സ്വഭാവം കൊണ്ടാണ് നാട്ടിൽ ചിലർ അവളെക്കുറിച്ച് പലതും പറയാൻ തുടങ്ങിയത്. ആ സംസാരങ്ങൾ ചിലപ്പോൾ അവളുടെ കുടുംബത്തെ പോലും വേദനിപ്പിച്ചു. കോളേജ് പഠനം കഴിഞ്ഞ ശേഷം അനിത നാട്ടിലെ ഒരു ബ്യൂട്ടി പാർലറിൽ ജോലി തുടങ്ങി. അവൾക്കാ ജോലി വളരെ ഇഷ്ടമായിരുന്നു. ദിവസം മുഴുവൻ ആളുകളുമായി സംസാരിച്ച് സമയം ചിലവഴിക്കുന്നത് അവൾക്ക് സന്തോഷം നൽകി. അങ്ങനെ ജീവിതം മുന്നോട്ടു പോകുമ്പോഴാണ് ഒരു ദിവസം അവളുടെ അച്ഛൻ ഒരു കല്യാണാലോചന കൊണ്ടുവന്നത്. ആൺകുട്ടിയുടെ പേര് സുരേഷ്. അവൻ KSRTCയിൽ ഡ്രൈവറായിരുന്നു. അവന്റെ കുടുംബം അനിതയുടെ നാട്ടിൽ നിന്ന് കുറച്ചു ദൂരെയായിരുന്നു. ആദ്യമായി അനിതയ്ക്ക് അല്പം സംശയം തോന്നി. കാരണം അവൾക്ക് വിവാഹത്തെക്കുറിച്ച് വലിയ ആലോചനയുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അവൾ ചിന്തിച്ചു, ജീവിതം ഒരു ദിവസം മുന്നോട്ടു പോകേണ്ടതല്ലേ. അങ്ങനെ അവൾ ആലോചന കാണാൻ സമ്മതിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സുരേഷ് വീട്ടിൽ വന്നു. അവൻ വളരെ ശാന്ത സ്വഭാവമുള്ള ആളായിരുന്നു. അധികം സംസാരിക്കാത്തതും മുഖത്തൊരു ഗൗരവമുള്ളതുമായിരുന്നു. അവരും കുറച്ചു സമയം സംസാരിച്ചു. അധികം സംസാരിച്ചില്ലെങ്കിലും ആലോചനയൊക്കെയായി. വിവാഹം പെട്ടെന്ന് തന്നെ നിശ്ചയിച്ചു. വിവാഹ ദിവസം അനിതയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമായിരുന്നു. കുടുംബവും ബന്ധുക്കളും എല്ലാവരും സന്തോഷത്തോടെ വിവാഹം ആഘോഷിച്ചു. വിവാഹത്തിനു ശേഷം അവൾ സുരേഷിന്റെ വീട്ടിലേക്ക് പോയി. ആ വീട് വളരെ വലിയ സ്ഥലത്തായിരുന്നു. ചുറ്റും റബ്ബർ തോട്ടങ്ങൾ. അടുത്ത വീടുകൾ പോലും വളരെ അകലെയായിരുന്നു. വീട്ടിൽ സുരേഷിന്റെ അച്ഛൻ സുധാകരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുരേഷിന്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചിരുന്നു. അതുകൊണ്ട് അച്ഛനും മകനും മാത്രമാണ് അവിടെ താമസിച്ചിരുന്നത്. അനിതയെ വീട്ടിലെല്ലാവരും വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. പക്ഷെ വിവാഹം കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സുരേഷ് വളരെ മിണ്ടാതെയും അകലം പാലിച്ചുമാണ് പെരുമാറിയത്. അത് അനിതയെ അല്പം ആശയക്കുഴപ്പത്തിലാക്കി. ഒരു ദിവസം അവൾ നേരിട്ട് ചോദിച്ചു, "എന്താണ് ചേട്ടാ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്?" സുരേഷ് അല്പം ചിരിച്ചു. ജോലിയുടെ ടെൻഷനും വീട്ടുപണികളും എല്ലാം കൂടി. കുറച്ച് സമയമെടുത്താൽ എല്ലാം ശരിയാകും. അനിത അത് കേട്ട് മിണ്ടാതെയായി. ദിവസങ്ങൾ കടന്നുപോയി. സുരേഷ് രാവിലെ ജോലിക്ക് പോകും. വൈകുന്നേരം മാത്രം തിരിച്ചുവരും. പകൽ സമയം കൂടുതലും അനിത സുധാകരൻ അച്ഛനോടൊപ്പം സംസാരിച്ചുകൊണ്ടാണ് ചിലവഴിച്ചിരുന്നത്. സുധാകരൻ വളരെ സംസാരക്കാരനായിരുന്നു. നാട്ടുവിശേഷങ്ങളും തമാശകളും പറഞ്ഞ് അവളെ ചിരിപ്പിക്കാറുണ്ടായിരുന്നു. അവൻ തോട്ടത്തിലെ പണികളും കാണിച്ചു തരാറുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടുപോയി. ഒരു ദിവസം അനിത ശ്രദ്ധിച്ചു, സുരേഷ് വളരെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ആളാണെന്ന്. അവൻ അധികം സുഹൃത്തുക്കളോടും സംസാരിക്കുന്നില്ല. വീട്ടിൽ വന്നാലും കൂടുതലായി സ്വന്തം മുറിയിൽ തന്നെയിരിക്കും. അത് അനിതയെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി. ഒരു ദിവസം അവൾ വീട്ടിൽ വൃത്തിയാക്കുന്നതിനിടെ ഒരു പഴയ ഡയറി കണ്ടെത്തി. അത് സുരേഷിന്റേതായിരുന്നു. ആ ഡയറി തുറന്നു നോക്കുമ്പോൾ അവൾക്കൊരു സത്യം മനസ്സിലായി. സുരേഷ് ഒരിക്കൽ വലിയ ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു. ആ അപകടം അവന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചിരുന്നു. അതിനുശേഷം അവൻ വളരെ ഒറ്റപ്പെട്ട സ്വഭാവമുള്ള ആളായി മാറി. അത് വായിച്ചപ്പോൾ അനിതയുടെ മനസ്സ് വളരെ നൊന്തു. അവൾ മനസ്സിലാക്കി, സുരേഷ് മോശം മനുഷ്യനല്ല. അവൻ തന്റെ ഉള്ളിലെ വേദന കൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്. അന്ന് രാത്രി സുരേഷ് വീട്ടിലെത്തിയപ്പോൾ അവൾ അവനോട് സംസാരിച്ചു. "നിങ്ങൾ എന്തിനാണ് എല്ലാം ഒറ്റയ്ക്ക് സഹിക്കുന്നത്?" സുരേഷ് കുറച്ചുനേരം മിണ്ടാതെ നിന്നു. പിന്നീടവൻ പറഞ്ഞു, "എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടമില്ല." അത് കേട്ടപ്പോൾ അനിതയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പറഞ്ഞു, "ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമുക്കൊരുമിച്ചെല്ലാം നേരിടാം." അത് കേട്ടപ്പോൾ സുരേഷിന്റെ മുഖത്ത് അവൾ ആദ്യമായി ഒരു സന്തോഷം കണ്ടു. അതിനുശേഷം പതിയെ പതിയെ അവരുടെ ജീവിതം മാറാൻ തുടങ്ങി. അവർ തമ്മിൽ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ തുടങ്ങി. കാലം കടന്നുപോയപ്പോൾ അനിതയ്ക്ക് മനസ്സിലായി, ജീവിതം എല്ലായ്പ്പോഴും നമുക്ക് പ്രതീക്ഷിച്ചതുപോലെ ആയിരിക്കില്ല. പക്ഷേ സഹനവും മനസ്സിലാക്കലുമുണ്ടെങ്കിൽ ഏതൊരു ബന്ധവും ശക്തമാക്കാൻ കഴിയും. അവസാനം അവരുടെ ജീവിതം പുതിയൊരു സന്തോഷത്തിലേക്ക് മാറി. പക്ഷേ ഒരു ദിവസം
അനിതയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവം സംഭവിച്ചു. അന്ന് വൈകുന്നേരം ശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്നു. സുരേഷ് ഇപ്പോഴും ജോലിയിൽ നിന്ന് വീട്ടിലെത്തിയിട്ടില്ല. വീട് മുഴുവൻ നിശബ്ദം. അനിത ഒറ്റയ്ക്കിരുന്നു. അപ്പോൾ അവൾക്കൊരു ശബ്ദം കേട്ടു. മുകളിലെ മുറിയിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത്. ആ മുറി സാധാരണയായി തുറക്കാറില്ല. അവൾക്ക് ചെറിയൊരു ഭയം തോന്നി. പക്ഷെ കൗതുകം കൂടി. അവൾ പതിയെ മുകളിലേക്ക് കയറി. വാതിൽ അല്പം തുറന്ന നിലയിലാണ്. അവൾ അകത്ത് നോക്കി. അവിടെ പഴയ ഫോട്ടോകളും ചില സാധനങ്ങളും നിറഞ്ഞിരുന്നു. ഒരു ടേബിളിന്മേൽ ഒരു വലിയ ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു. അതെടുത്തു നോക്കുമ്പോൾ അനിത ഞെട്ടി. അത് സുരേഷിന്റെയും മറ്റൊരു പെൺകുട്ടിയുടെയും ഫോട്ടോ ആയിരുന്നു. ഇരുവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ചിത്രം. അനിതയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. ഇവൾ ആരാണ്? അവൾ താഴേക്കിറങ്ങി. അപ്പോൾ സുധാകരൻ അച്ഛൻ അവളെ നോക്കി. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ സംഭവിച്ചു എന്ന് മനസ്സിലായി. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അനിത അല്പം മിണ്ടാടെയിരുന്ന ശേഷം ചോദിച്ചു. അച്ഛാ, മുകളിലെ മുറിയിൽ ഒരു ഫോട്ടോ കണ്ടു. അതാരുടേതാണ്? സുധാകരൻ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. അവന്റെ മുഖം ഗൗരവമായി. പിന്നീടവൻ പതുക്കെ പറഞ്ഞു. അത് സുരേഷിന്റെ പഴയ കഥയാണ്. അനിത കൂടുതൽ ശ്രദ്ധിച്ചു. അവൻ പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് സുരേഷിനൊരാളെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അവരും വിവാഹം ചെയ്യാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷെ ഒരു ദിവസം അവൻ വാക്ക് നിർത്തി. അനിത ഉത്കണ്ഠയോടെ ചോദിച്ചു. പിന്നെ എന്തായി അച്ഛാ? സുധാകരൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. ഒരപകടം. ആ പെൺകുട്ടി ആ അപകടത്തിൽ മരിച്ചു. അത് കേട്ടപ്പോൾ അനിത ഞെട്ടി. അവൾക്കു മനസ്സിലായി. അതിനുശേഷമാണ് സുരേഷ് ഇങ്ങനെ മിണ്ടാതെയും ഒറ്റപ്പെട്ടതുമായ ജീവിതം തുടങ്ങിയത്. ആ സംഭവം അവന്റെ മനസ്സിൽ വലിയൊരു മുറിവുണ്ടാക്കിയിരുന്നു. അതിനുശേഷം അവൻ ആരോടും അധികം അടുപ്പപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. അനിത കുറച്ചു സമയം മിണ്ടാതെ നിന്നു. അവളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ. അവൻ എന്നെ അകറ്റുന്നത് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. അവന്റെ പഴയ ഓർമ്മകളാണ് അവനെ പിടിച്ചുവെച്ചിരുന്നത്. അന്ന് രാത്രി സുരേഷ് വീട്ടിലെത്തിയപ്പോൾ അനിത അവനെ ശ്രദ്ധിച്ചു. അവന്റെ കണ്ണുകളിൽ ഒരകത്താള വേദന അവൾക്ക് കാണാനായി. ആ രാത്രി അവൾ ഒരു തീരുമാനമെടുത്തു. ഈ മനുഷ്യനെ വീണ്ടും സന്തോഷത്തോടെ ജീവിക്കാൻ സഹായിക്കണം. പക്ഷേ അവൾക്കറിയാത്ത മറ്റൊരു സത്യം ഇനിയും ബാക്കിയുണ്ടായിരുന്നു. ആ സത്യം അവളുടെ ജീവിതത്തെ വീണ്ടും തലകീഴായി മാറ്റാൻ പോകുകയാണ്. അന്ന് രാത്രി സുരേഷ് വീട്ടിലെത്തിയപ്പോൾ അവൾ പതിവുപോലെ തന്നെ ശാന്തമായി പെരുമാറി. പക്ഷെ അവൾക്ക് മനസ്സിലൊരു തീരുമാനമുണ്ടായിരുന്നു. ഇനി മുതൽ അവൾ സുരേഷിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം. അവൾ പതിയെ അവനോട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. ആദ്യം സുരേഷ് അത്ര പ്രതികരിച്ചില്ല. പക്ഷെ അനിതയുടെ ക്ഷമയും കരുതലും കണ്ടപ്പോൾ അവൻ പതിയെ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. അവർ തമ്മിൽ ചെറിയ ചെറിയ സംഭാഷണങ്ങൾ തുടങ്ങി. ഒരു ദിവസം വൈകുന്നേരം അവർ രണ്ടുപേരും വീടിന്റെ മുൻവശത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അനിത ചോദിച്ചു. ചേട്ടാ, നിങ്ങൾക്ക് ജീവിതത്തിൽ വീണ്ടും സന്തോഷത്തോടെ ജീവിക്കാൻ തോന്നുന്നില്ലേ? സുരേഷ് കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നീടവൻ പറഞ്ഞു. ജീവിതം ചിലപ്പോൾ നമ്മൾ കരുതിയതുപോലെ നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അധികം ആരോടും അടുപ്പപ്പെടാൻ ഭയപ്പെടുന്നത്. അവന്റെ ശബ്ദത്തിൽ ഒരു വേദനയുണ്ടായിരുന്നു. അനിത അത് കേട്ട് ശാന്തമായി പറഞ്ഞു. പഴയ സംഭവങ്ങൾ നമ്മളെ പിടിച്ചുവെക്കരുത്. ഇന്നുള്ള ജീവിതം നമ്മൾ ജീവിക്കണം. ആ വാക്കുകൾ സുരേഷിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അതിനുശേഷം അവൻ പതിയെ മാറാൻ തുടങ്ങി. വീട്ടിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ തുടങ്ങി. അനിതയോട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. അവരുടെ ബന്ധം പതിയെ സുഹൃത്തുക്കളെപ്പോലെ മാറി. സുധാകരൻ അച്ഛനും ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷിച്ചു. ഒരു ദിവസം അച്ഛൻ അനിതയോട് പറഞ്ഞു. മോളെ, നീ വന്നതിനുശേഷം എന്റെ മകൻ വീണ്ടും പഴയപോലെ ചിരിക്കുകയാണ്. ആ വാക്കുകൾ കേട്ട് അനിതയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മനസ്സിലാക്കി. ഒരു കുടുംബത്തിൽ മനസ്സിലാക്കലും സഹനവുമുണ്ടെങ്കിൽ ബന്ധങ്ങൾ ശക്തമാകുമെന്ന്. കാലം കടന്നുപോയി. ഒരു ദിവസം സുരേഷ് അനിതയെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അതൊരു ചെറിയ ക്ഷേത്രമായിരുന്നു. അവിടെ ഒരു പഴയ വൃക്ഷത്തിന്റെ സമീപത്ത് അവർ നിൽക്കുകയായിരുന്നു. സുരേഷ് ശാന്തമായി പറഞ്ഞു. ഇവിടെയാണ് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ ഒരു വാഗ്ദാനം ചെയ്തത്. അനിത അവനെ നോക്കി. അവൻ പറഞ്ഞു. ഇവിടെയാണ് ഞാൻ എന്റെ പഴയ ജീവിതത്തെ അവസാനിപ്പിക്കുന്നത്. ഇനി ഞാൻ മുന്നോട്ടു പോകണം. അത് കേട്ടപ്പോൾ അനിതയ്ക്ക് വളരെ സന്തോഷം തോന്നി. അന്നുമുതൽ അവരുടെ ജീവിതം ഒരു പുതിയ വഴിയിലേക്കു മാറി. അവർ ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ തുടങ്ങി. സുരേഷ് ഇനി പഴയപോലെ മിണ്ടാതെയായിരുന്നില്ല.
അവൻ വീണ്ടും ജീവിതത്തെ ആസ്വദിക്കാൻ തുടങ്ങി. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ ഒരു പുതിയ സന്തോഷം കൂടിയെത്തി, ഒരു കുഞ്ഞ്. ആ കുഞ്ഞ് വന്നതോടെ അവരുടെ ജീവിതം മുഴുവനായി മാറി. സുരേഷ് കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ അവന്റെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞിരുന്നു. അവൻ അനിതയെ നോക്കി പറഞ്ഞു, "നീ എന്റെ ജീവിതത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ ഇന്നും പഴയ ഓർമ്മകളിൽ കുടുങ്ങി ജീവിച്ചേനെ." അത് കേട്ട് അനിത ചിരിച്ചു. അവൾ പറഞ്ഞു, "ജീവിതം നമ്മൾ രണ്ടുപേരും ചേർന്നാണ് മാറ്റിയത്." അവരുടെ ജീവിതം പിന്നീട് സന്തോഷത്തോടെ മുന്നോട്ടുപോയി.